ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സ് എല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്. അതായത് ഞാൻ വിചാരിച്ചൊന്നൊരു നോൺ വെജ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്പൈസി ഫിഷ് മസാലയാണ്. അത് അപ്പത്തിനും പുട്ടിനും ചോറിനും എല്ലാം കഴിക്കാൻ സാധിക്കുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് കാണാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഷാൽ വി മൂവ് ടു ദ കിച്ചൺ? തേങ്ങാപ്പാലില്ലാണ്ടാണ് കേട്ടോ നമ്മളിന്ന് ഈ കറി തയ്യാറാക്കുന്നത്. പക്ഷേ തേങ്ങാപ്പാലില്ലെങ്കിലും അതിലും കൂടുതൽ തിക്നെസ് കിട്ടിയിട്ടുണ്ട് ഈ കറിക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ നെയ്മീനാണ്. അതായത് തൊലിയെല്ലാം കളഞ്ഞെടുത്ത മീനാണിത്. പുഴമീൻ കുഴപ്പമില്ല, കടൽ മത്സ്യം തൊലി കളയുന്നതാണ് പറയുക. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്ക് മസാലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. 3 മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തത്. അതിൽ ഒരു സവാള നമുക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇതുപോലെ എടുക്കണം. അതായത് അതൊരു വറവിടാനായിട്ടാണ്. പ്രത്യേക രുചിയാണ് അങ്ങനെ ചെയ്തെടുത്താൽ. അത് കൈകൊണ്ട് ഇതുപോലെ തിരുമ്മി ഏതൊരു രൂപത്തിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ വറുത്തെടുക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ. ഇനി ബാക്കി 2 സവാള ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. 2 സവാള എടുത്തു. പിന്നെ 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ബൗളിലിട്ടിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ടൊമാറ്റോ ആവശ്യമുണ്ട്. അതായത് ഇത് വലിപ്പമുള്ള ടൊമാറ്റോ ആണ്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ മീൻകറിക്ക് പുളിപ്പ് നൽകുന്നത് ഇതും കൂടിയാണ്. പിന്നെ ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് നല്ല പുളിയുള്ള തൈര്, കട്ട തൈരാണ്. അത് 2 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുകയാണ്. അതായത് ഒരു ക്രീം രൂപത്തിൽ ആക്കിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് അടിച്ചാൽ മതി. ഇനി ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആദ്യം ഈ സവാള ഒന്ന് വറുത്ത് കോരി വയ്ക്കാം. നമ്മൾ ഇന്നും ഒരു പാനിൽ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ആദ്യം ഈ സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ഇട്ടത്. അതുകൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ കിടക്കുന്നത്. അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതുപോലെ അത് നമുക്ക് കറിയുടെ അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ സെയിം പാൻ തന്നെ ആയതുകൊണ്ട് സവാള മുഴുവനായിട്ട് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് അതിൽ കിടക്കും. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതായത് ക്രിസ്പി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി 2 സൈഡും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാനത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണിത് മൊരിഞ്ഞ് വന്നത്. ഇതുപോലെ ആയാൽ മതി കേട്ടോ. അധികം ക്രിസ്പി ആയാൽ പിന്നെ അതിൽ ടേസ്റ്റ് കുറഞ്ഞു പോവും. ഒന്ന് ആയി കിട്ടിയാൽ മതി. അതായത് മീനൊന്ന് വെന്ത് വരണം. അതായത് ഈ മീന് കറിയിൽ കിടന്ന് പൊടിഞ്ഞൊന്നും പോവില്ല. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ അത്. വിളമ്പി കൊടുക്കാനും എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് സെയിം പാനിലോട്ട് 2 ബേ ലീഫ്, പിന്നെ ഒരു പട്ട ഞാൻ 2 ആക്കി മുറിച്ചിട്ടാണ്. പിന്നെ ഇടുന്നത് 2 ഗ്രാമ്പൂ, പിന്നെ ഏലക്ക 2 എണ്ണം. ഇത്രയും മാത്രമാണ് ഹോൾ മസാല ചേർക്കുന്നത്. അതൊന്ന് ഇതിലിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന സവാളയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതായത് സവാളയിൽ ജലത്തിൻ്റെ അംശമുണ്ട്, അതൊന്ന് മാറി വരണം. അതിനായിട്ട് ഇത് കുറച്ച് സമയമെടുക്കും ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. സവാളയുടെ പച്ചമണം പോവുകയും വേണം, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മാറിയും കിട്ടണം. അതിനായിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇത് ആക്കിയെടുക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. 1/2 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് നമുക്ക്
ഒന്ന് ചതച്ചെടുക്കാം. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അത് എനിക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം തന്നെ പൊടിച്ചെടുക്കുകയാണ്. കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടി അത് വഴന്ന് വരാനുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചിരുന്ന ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചേർത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറും പിരിയൻ മുളകും കൂടി ചതച്ച് വെച്ചതാണത്, പൊടിച്ചതാണ്. അതൊന്നിട്ട് വഴറ്റാണ്. അപ്പോൾ അത് പച്ച മണം മാറുന്നവരെ വഴറ്റുക. അതായത് ഏകദേശം മൊത്തം 15 മിനിറ്റോളം എടുത്തു ഇതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട് എനിക്ക്. അതായത് 5 മിനിറ്റോളം ഞാനിത് വഴറ്റി എടുക്കുന്നുണ്ട്. വഴറ്റിയെടുക്കാനുള്ള സമയം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ ഈ കറി ശരിയാക്കി എടുക്കാനായിട്ട്. ഇനി ഈ സമയത്ത് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും കൂടി ഈ മസാലയിൽ കിടന്ന് ഒന്ന് വഴന്ന് വരാനുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പയ്യെ ഇത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ടത്തൈര് കണ്ടോ, ക്രീം പോലെയാണ് ഇപ്പോൾ കട്ടത്തൈര് ഇരിക്കുന്നത്. അതിൻ്റെ പുളിയും തക്കാളിയുടെ പുളിയുമാണ് നമ്മുടെ ഈ ഫിഷ് കറിക്ക് ചെല്ലുന്നത്. ഇനി ഈ തൈര് എണ്ണ തിരിഞ്ഞ് വരാനുണ്ട്. കുറച്ച് നേരം ഇതും കൂടി വഴറ്റാം. ഇനി നമുക്ക് ആ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച 4 പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് നേരം കൂടി വഴറ്റാം, 4 മിനിറ്റോളം. അതിനുശേഷം ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കാനായിട്ട്. അതിൽ 1/2 കപ്പാണ് ഇപ്പോൾ ചേർത്തത്. അതൊന്ന് കിടന്ന് പയ്യെ തിള വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നേരിയ ബബിൾസ് എല്ലാം പൊട്ടിത്തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് ഇപ്പോൾ 1 കപ്പ് കൂടി ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി ഇതെല്ലാം കിടന്ന് ഈ മസാലയായിട്ട് കിടന്നൊന്ന് തിളച്ച് യോജിക്കാനുണ്ട്. അപ്പോൾ ഞാനത് 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. അതായത് ആ തക്കാളി എല്ലാം ഒന്ന് വെന്ത് ചാറിനോട് ചേരണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മയപ്പെടാനുണ്ട് നമ്മുടെ ഗ്രേവി. കുറച്ചുകൂടി തിക്കാവും കുറച്ച് കഴിയുമ്പോൾ. അത് ഒരു 4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇത് തിളയ്ക്കണം കേട്ടോ. ഇനി തീ കുറച്ചിട്ട് ശേഷം ഗരം മസാല 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അതുകൂടി ഈ ഗ്രേവിയോട് ചേർത്തെടുക്കാം. ഒരു സ്പെഷ്യൽ സ്പൈസി കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മീനിട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മുടെ സീസണിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് ആയി. ഇനി ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യാനുള്ളൂ. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ അകത്ത് പുളിയെല്ലാം പിടിക്കുകയുള്ളൂ. ഇനി ഞാൻ ചെയ്യുന്നത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതായത് ഈ ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. പ്രത്യേക രുചിയാണ് ഇത് ചേർത്താൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.